ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഗ്രീൻ, റെഡ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഇതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഒന്ന് കത്തിക്കാം. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. നമുക്ക് നോക്കാം. നിങ്ങൾ ഓർക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ, എന്താണ് ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം, നമുക്ക് നോക്കാം. 7 ഓഫ് വാണ്ട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ തന്നെ ഈ ഒരു സമയം ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇവരുടെ സ്നേഹം സത്യമാണോ അതോ വെറും അതായത് ഒരു താൽക്കാലികമായ ഒരു സ്നേഹം മാത്രമാണോ, വെറും ടൈം പാസ് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ, എന്താണ് അവരുടെ ഉദ്ദേശം, നമുക്ക് നോക്കാം. ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില നല്ല അവസരങ്ങൾ ഇവർ നോക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇവർ ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും നിങ്ങൾ ഇവരോട് പറയുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. 7 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരിക്കൽ ഇവർ വളരെയധികം നിങ്ങളോട് വളരെയധികം അടുത്തു നിൽക്കും, അതേസമയം തന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ അകന്നു നിൽക്കും. ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു ആൻസർ ഇവിടെ നോയാണ്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം കാണിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും ഇവർ ജെനുവിൻ ആണെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ നിങ്ങളോട് അതായത് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളോട് അകലം പാലിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് പുതിയ കാര്യങ്ങളിലോട്ട് ഇവരുടെ ശ്രദ്ധ ഈ ഒരു സമയത്ത് തിരിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം, പുതിയ കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ. അതുപോലെ തന്നെ നമുക്കിവിടെ എംബറർ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ചില സമയങ്ങളിൽ ഇവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ അതായത് ശരിയായാലും തെറ്റായാലും ഇവരുടെ ഭാഗം മാത്രമാണ് ന്യായം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. നമുക്കിവിടെ ക്യൂണോ വാൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ളൊരു സന്ദേശമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ മറന്ന് നിങ്ങൾക്കൊരു പ്രാധാന്യവും കൊടുക്കാതെ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നിർത്താനായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിങ്ങളോട് അതായത്
നിങ്ങൾ നൽകുന്ന രീതിയിലുള്ള ഒരു സ്നേഹം ഇല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ലവ് നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ഇനി മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ നിർത്തുക. പകരം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അത് എടുത്തവരുടെ, ഈ ഒരു പൈലെടുത്തവരുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ നോയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത റെഡ് ക്യാൻഡിൽ എടുത്ത വ്യക്തികളുടെ സ്നേഹം അത് ജെനുവിൻ ആണോ എന്ന് നോക്കാം. അതിനായിട്ട് ആ ഒരു ക്യാൻഡിൽ ഞാനിവിടെ കത്തിക്കുകയാണ്. റെഡ് ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അതോ വെറും താൽക്കാലികമായതാണോ, എന്താണ് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. സിക്സ് ഓഫ് സോർട്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊത്ത് സമാധാനപൂർണമായ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ മുൻപ് നിങ്ങളോട് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി ഇവർ ഇനി നിങ്ങളോടൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആത്മാർത്ഥമായ ചിന്തയാൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ കൂടുതൽ പേരും നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെയോ ഒക്കെ ആയിരിക്കാം ആലോചിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ, ഇവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കൊള്ളാമോ, എന്താണ് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ഇവിടെ ഇപ്പോഴത്തെ എനർജി വെച്ച്, അതായത് മുൻപ് ഇവർ തെറ്റുകൾ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവർ വളരെയധികം ജെനുവിൻ ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ മൊത്തം മുന്നോട്ട് പോകണം. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അതുപോലെ തന്നെ ഫാമിലിയോടൊത്ത് സന്തോഷമായി ജീവിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം ഞാൻ നല്ല രീതിയിൽ ചെയ്തു തീർക്കണം എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെനുവിൻ ആണോ എന്നുള്ളത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. വീണ്ടും ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിയുടെ സമയത്ത് ഹീലാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വേദനകൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് എന്തൊക്കെയോ തെറ്റുകൾ ഈ ഒരു വ്യക്തി മുൻപ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചില വേദനകൾ, കുറ്റബോധം ഒക്കെ ഇവരുടെ മനസ്സിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് പതുക്കെ ഇവർ പുറത്തോട്ട് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇനി ഈ ഒരു വ്യക്തി പഴയ തെറ്റുകൾ ആവർത്തിക്കുമോ എന്നുള്ളൊരു രീതിയിലുള്ള ചിന്തകൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് വലിയ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു. വലിയൊരു മാറ്റം, അതായത് ഒരു നല്ലൊരു മാറ്റം ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെനുവിൻ ആണോ എന്നുള്ളത്. ക്യൂൺ ഓഫ് വാൻസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ ഒരു ക്യൂണിനെ പോലെ കാണുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ ഇവിടെ നമുക്ക് ഒരു അതായത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ള ഒരു എനർജിയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ എന്നുള്ളത്. എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. ടു ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം മുൻപുണ്ടായ ചില പേടിയാണെന്ന് കാണിക്കുന്നുണ്ട്. മുൻപ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും അവർ അതേ തെറ്റ് തന്നെ ആവർത്തിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം,
ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇനി അവർ പഴയ തെറ്റിലോട്ട് പോകില്ല, പുതിയൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇവരുടെ സ്നേഹം ഈ ഒരു സമയത്ത് ജെനുവിൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.